നമസ്കാരം. മാരുതിയും ടൊയോട്ടയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാരുതി ഏത് കാർ ഇറക്കിയോ അതിന്റെ അതേ പതിപ്പ്, അതേ രൂപത്തിലും ഭാവത്തിലും ബാഡ്ജിങ്ങിലും മാത്രം വ്യത്യാസം വരുത്തി ടൊയോട്ടയിലും കാണാറുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വിറ്റാര എന്ന മാരുതിയുടെ പുത്തൻ ഇലക്ട്രിക് SUV-യുടെ റീബാഡ്ജ് മോഡലും ടൊയോട്ട അവതരിപ്പിച്ചിരിക്കുകയാണ്. അർബൻ ക്രൂയിസർ EV എന്ന് പേരിട്ടിരിക്കുന്ന വണ്ടി വെന്നിക്കൊടി പാറിക്കാൻ ആദ്യം ഇന്ത്യയിൽ തന്നെയാണ് എത്തുന്നത്. സുസുക്കി ഈ വിറ്റാരയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ ടൊയോട്ട അർബൻ ക്രൂയിസർ EVക്ക് വ്യത്യസ്തമായ ഡിസൈൻ ഉണ്ടെങ്കിലും രണ്ട് മോഡലുകളുടെയും അടിസ്ഥാന രൂപം ഒന്ന് തന്നെയായിരിക്കും. അതായത് ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറും തമ്മിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് EVകളുടെയും പരിഷ്കാരങ്ങൾ കാണാൻ സാധിക്കുന്നത്. എങ്കിലും മെലിഞ്ഞ ഗ്രില്ലും ഹെഡ്ലാമ്പുകളുള്ള മുൻഭാഗവും കൂടുതൽ ഷാർപ്പേകാൻ ടൊയോട്ടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എയർ ഇൻടേക്കുകളുള്ള ഫ്രണ്ട് ബമ്പറിന് ഒരു സാധാരണക്കാരൻ്റെ രൂപമാണുള്ളത്. ബ്രേക്കുകൾ തണുപ്പിക്കാൻ സഹായിക്കുന്ന ലംബമായി അടുക്കിയിരിക്കുന്ന എയർ വെന്റുകൾ ബമ്പറിന്റെ ഇരുവശത്തുമായി കാണാൻ സാധിക്കും. അർബൻ ക്രൂയിസർ EV 18 ഇഞ്ച് അല്ലെങ്കിൽ 19 ഇഞ്ച് എയറോ ഒപ്റ്റിമൈഡ് അലോയ് വീലുകളിലാണ് വിപണിയിലെത്തുക. പിൻഭാഗത്തെ ഡോർ ഹാൻഡിലുകൾ C-പില്ലറിൽ കൊടുത്തിരിക്കുന്നതും മികച്ച ലുക്ക് നൽകുന്നുണ്ട്. പിൻവശത്തേക്ക് വരികയാണെങ്കിൽ റാപ്പ് അറൗണ്ട് ടെയിൽ ലൈറ്റുകളാണ് ടൊയോട്ട അർബൻ ക്രൂയിസറിൽ കാണാൻ സാധിക്കുന്നത്. കടുത്ത ബോഡി ക്ലാഡിംഗ് വഴി ഇലക്ട്രിക് SUV-ക്ക് പരുക്കൻ ഭാവവും നൽകിയിട്ടുണ്ട്. വലുപ്പത്തിലേക്ക് വരികയാണെങ്കിൽ 4285 മില്ലിമീറ്റർ നീളം, 1800 മില്ലിമീറ്റർ വീതി, 1640 മില്ലിമീറ്റർ ഉയരം, 2700 മില്ലിമീറ്റർ വീൽ ബേസ് എന്നിവയാണുള്ളത്. അതായത് മാരുതി ഈ വിറ്റാരയേക്കാൾ അല്പം വലുതാണ് ടൊയോട്ടയുടെ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫീച്ചറുകളാൽ സമ്പന്നമായ അകത്തളം തന്നെയാണ് ടൊയോട്ട അർബൻ ക്രൂസറിൽ കാണാൻ സാധിക്കുക. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, ഡാഷ്ബോർഡ് ലേഔട്ട്, 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 10.1 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കർ, ഓട്ടോ ഹോൾഡർ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജിംഗ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ്, JBL സൗണ്ട് സിസ്റ്റം, സൺറൂഫ് എന്നിവയെല്ലാം ഈ ഒരു SUV-യിൽ ഉണ്ടാകുന്നതാണ്. ഇതിൽ തീരുന്നില്ല. അർബൻ ക്രൂസർ ഇലക്ട്രിക് SUV-യിൽ 360 ഡിഗ്രി ക്യാമറയും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, പ്രീ കൊളിഷൻ സിസ്റ്റം, ലൈൻ ഡിപ്പാർച്ചർ അലേർട്ട്, ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് എന്നിവ ഉൾപ്പെടുന്ന അഡാസ് സേഫ്റ്റി സ്യൂട്ടും ഉണ്ടാകുമെന്നാണ് ടൊയോട്ട അറിയിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന EV-യിൽ 6 എയർ ബാഗുകൾ വരെ സ്റ്റാൻഡേർഡായി ലഭിക്കുമെന്നാണ് വിവരം. മാരുതി സുസുക്കി ഈ വിറ്റാര ഒരുക്കിയിരിക്കുന്ന അതേ സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമിലാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ EV-യും പണി കഴിപ്പിച്ചിരിക്കുന്നത്. ബാറ്ററി പാക്കുകളും ഇലക്ട്രിക് മോട്ടോറുകളും എല്ലാം തന്നെ രണ്ട് ഇലക്ട്രിക് SUV-കളിലും സമാനമാണ്. 49 kWh, 61 kWh ഓപ്ഷനുകളുള്ള ബാറ്ററികൾക്കായി ലിഥിയം അയൺ ഫോസ്ഫറേറ്റ് സാങ്കേതിക വിദ്യ ലഭിക്കുമെന്ന് ടൊയോട്ട പറയുന്നുണ്ട്. അർബൻ ക്രൂസർ EV-യിലെ ആദ്യത്തെ ബാറ്ററി ഓപ്ഷനായ 49 kWh പതിപ്പ് 142 bhp കാര്യത്തിൽ പരമാവധി 189 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് രൂപത്തിലാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം 61 kWh വേരിയന്റിന് 172 bhp പവറിൽ 189 Nm ടോർക്ക് വരെ വികസിപ്പിക്കാനാകുന്ന FWD പതിപ്പും 181 bhp കാര്യത്തിൽ 300 Nm ടോർക്ക് നൽകുന്ന ഓൾ വീൽ ഡ്രൈവ് പതിപ്പും ഉണ്ടാകും. ടൊയോട്ട ഓൾ വീൽ ഡ്രൈവ് വേരിയന്റുകളെ ട്രെയിൽ മോഡ് ഉപയോഗിച്ച് സജ്ജീകരിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. മഞ്ഞുമൂടിയ റോഡുകളിൽ വീൽ സ്ലിപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സ്നോ മോഡും അർബൻ ക്രൂയിസർ EV-യുടെ ഓൾ വീൽ ഡ്രൈവുകൾക്ക് ലഭിക്കുന്നതാണ്. അതായത് വണ്ടി ഓഫ് റോഡിങ്ങിനും കൊണ്ടുപോകാനാകുമെന്ന് സാരം. പുതിയ ടൊയോട്ട അർബൻ ക്രൂയിസർ EV അടുത്ത വർഷം പകുതിയോടെ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.